എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ മുത്തശ്ശിക്ക് ആകെ സങ്കടമാണ്. മുത്തശ്ശനോട് പോയി പറയുന്നുണ്ട്, മോള് ഇന്ന് പോലീസ് സ്റ്റേഷനിൽ ലോക്കപ്പിലാണ് കിടന്നുറങ്ങുന്നത്. അത് ഓർക്കുമ്പോൾ എനിക്ക് ആകെ വിഷമമാണ് എന്നൊക്കെ പറയുമ്പോൾ മുത്തശ്ശൻ പറയും, സാരമില്ല, ഇപ്പോൾ വേറെ നിവൃത്തിയൊന്നുമില്ലല്ലോ, നാളെ ഏതായാലും നവീനാണ് കോടതിയിൽ പോകുന്നത്, അവൻ ജാമ്യത്തിൽ ഇറക്കുമെന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശിയെ കുറേ ആശ്വസിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഏതായാലും മുത്തശ്ശിക്കും ആകെ സങ്കടമാണ്. ഇതിനു പിന്നിലും ജുവലറിക്കാർ തന്നെയാണ് എന്ന് മുത്തശ്ശൻ പറയുന്നുണ്ട് കേട്ടോ. അവനെ ഗൾഫിലും മുംബൈയിലും ഒക്കെ കൊടുക്കാൻ നോക്കിയവർ തന്നെയാണ് ഇവിടെയും പ്രവർത്തിക്കുന്നത്. ഇനിയിപ്പം ഇത് എങ്ങനെയൊക്കെ ആകും എന്ന് നോക്കട്ടെ, എന്നിട്ട് ബാക്കി ഞാൻ പറയാം എന്നൊക്കെ മുത്തശ്ശൻ പറയുന്നു. ഏതായാലും നയന ജയിലിലേക്ക് പോകുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവരെയൊന്നും ഞാൻ വെറുതെ വിടിയല്ല. അതുപോലെ ആ CA ഉണ്ടല്ലോ, അവൻ ഒരുപാട് കാലം ഇവിടെ കിടന്ന് തിളക്കിയല്ല എന്നൊക്കെ മുത്തശ്ശൻ പറയുന്നുണ്ട്. അതുപോലെ നമുക്കിന്ന് ഉറങ്ങാൻ സാധിക്കുകയില്ല, നമ്മുടെ ഉറക്കം കെടുത്തിയ ഒരാളെയും വെറുതെ വിടാൻ ഞാനും ഉദ്ദേശിച്ചിട്ടില്ല എന്ന് മുത്തശ്ശൻ പറയുന്നു. പിന്നെ നവീനെ കാണിക്കുന്നുണ്ട്. നവീൻ കേസ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്നേരം മുത്തശ്ശൻ അടുത്ത് വന്നിരുന്ന് നവീനോട് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നു. എന്നിട്ട് പറയുന്നുണ്ട്, അന്ന് അനിയുടെ കേസിൽ ഉണ്ടായതുപോലെ തന്നെ ഒരു കുഴഞ്ഞ കേസാണ് ഇതിലും നീ ജയിക്കണം, ജയിച്ചേ പറ്റുള്ളൂ. കാരണം നയന ഇവിടെ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അവിടെ നിൻ്റെ മാക്സിമം നീ ട്രൈ ചെയ്യണമെന്ന് മുത്തശ്ശൻ പറയുമ്പം നവീൻ പറയുന്നുണ്ട്, ഞാൻ എൻ്റെ മാക്സിമം നോക്കുന്നുണ്ട്, പിന്നെ ചില തെളിവുകളുടെ കുറവുണ്ട് എന്ന്. അന്നേരം അത് സാരമില്ല, എങ്കിലും ജാമ്യമെങ്കിലും കിട്ടണം, ആ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കണം എന്ന് പറയുന്നു. ഞാൻ നോക്കാം എന്ന് നവീനും പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് എൻ്റെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നീ വിളിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് മുത്തശ്ശൻ അങ്ങ് പോകുന്നു. പോയി കഴിയുമ്പോഴത്തേക്കും അനി വിളിക്കുവാണ് നവീനെ. ഇപ്പോൾ അനിയോട് സംസാരിക്കാൻ നവീന് വലിയ താല്പര്യമൊന്നുമില്ല കേട്ടോ. നവീന് അനി ചതിച്ചു എന്നൊരു വിചാരമാണ് നവീന്. ശരിക്കും അത് സ്വാഭാവികമായിട്ടും തോന്നുന്ന കാര്യമാണ്. ഇത്രയും വലിയ ഫ്രണ്ടായ സ്ഥിതിക്ക് ഒരിക്കൽ നീയും നന്ദുവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് നവീൻ ചോദിച്ചതുകൂടി ആയതുകൊണ്ട് ഒരിക്കലെങ്കിലും ഒന്ന് പറയായിരുന്നു എനിക്ക് ഇങ്ങനെയൊരു ഇഷ്ടമുണ്ട് എന്ന്. അത് പറയാത്തത് കൊണ്ട് ചതിച്ചു എന്നൊരു മനോഭാവത്തിലാണ് അനിയോട് നവീൻ സംസാരിക്കുന്നത്. നവീൻ ചോദിക്കും, നീ എന്തിനാ ഇങ്ങോട്ട് വിളിച്ചത്? എന്നോട് കാര്യങ്ങൾ പറയാനുള്ളവരൊക്കെ പറഞ്ഞിട്ടുണ്ട്, അതനുസരിച്ച് ഞാൻ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, നീ വിളിക്കേണ്ട ആവശ്യമില്ലായിരുന്നു എന്ന് പറയുമ്പം, എടാ ഇവിടെയുള്ള ആർക്കും ഒരു ഉറക്കം പോലും ഇല്ല, എല്ലാവരും നല്ല ടെൻഷനില്ല, അതുകൊണ്ടാണ് ഞാൻ വിളിച്ചതെന്നൊക്കെ പറയുമ്പോൾ, എനിക്ക് കാര്യങ്ങളൊക്കെ അറിയാം, നീ ഫോം വയ്ക്കുക, ഞാൻ ചെയ്തോളാം എന്ന് പറയുന്നു. ആയിക്കോട്ടെടാ എന്ന് പറഞ്ഞിട്ട് അനി ഫോം വയ്ക്കുന്നുണ്ട്. അനി ഫോം വെച്ച് കഴിയുമ്പോഴേക്കും നന്ദുവിൻ്റെ ഒരു വോയിസ് മെസ്സേജാണ് വരുന്നത്. അത് ഭയങ്കര സന്തോഷത്തോടെ ഇട്ടു കേട്ടോ. അപ്പോൾ അതിൻ്റെ അകത്ത് നന്ദു ഇങ്ങനെ പറഞ്ഞേക്കുന്നത്, നവീനേട്ട എങ്ങനെയെങ്കിലും നയനേച്ചിക്ക് നാളെ ജാമ്യം കിട്ടണം, ഇനിയിപ്പോൾ അതിനാവശ്യമായ തെളിവ് എന്തെങ്കിലും വേണമെങ്കിൽ ഞാൻ എങ്ങനെയെങ്കിലും സംഘടിപ്പിച്ച് തരാം, നവീനേട്ടൻ ശ്രദ്ധിക്കണം കേട്ടോ എന്നൊക്കെ പറഞ്ഞാണ് വോയിസ്. അന്നേരം ഒത്തിരി സന്തോഷത്തോടെ നവീൻ തിരിച്ചൊരു വോയിസ് വിടുന്നുണ്ട്, നീ ഓർക്കൊളിച്ചിരുന്ന് വിഷമിക്കുകയൊന്നും വേണ്ട, സ്വസ്ഥമായിട്ട് കിടന്ന് ഉറങ്ങിക്കോ, ഈ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം, ഉറപ്പായിട്ടും നയനയ്ക്ക് ജാമ്യം കിട്ടും, ആ രീതിയിൽ എന്താണെന്ന് വെച്ചാൽ ഞാൻ ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞ് നവീൻ അങ്ങോട്ടും ഒരു മെസ്സേജ് വിടും. എന്നിട്ട് നവീൻ മനസ്സിലിങ്ങനെ ഓർക്കുവാണ്, ഈ കേസിൽ എന്ത് വില കൊടുത്തും ജയിക്കണം, അന്നേരം നന്ദുവിൻ്റെ മനസ്സിൽ എനിക്ക് ഒരു സ്ഥാനം കിട്ടും, ആ ഒരു ഗ്യാപ്പ് നോക്കി ഇടിച്ചു കയറണമുള്ള മനസ്സിലേക്ക് എന്നൊക്കെ ഇങ്ങനെ ഓർത്തിരിക്കുകയാണ് നവീൻ. അത് കഴിഞ്ഞ് ആകെ സങ്കടത്തോടെ ഇരിക്കുന്ന ആദർശിനെയും സെല്ലിൽ ഉറങ്ങാതെ വിഷമിച്ചിരിക്കുന്ന നയനെയും ഒക്കെ കാണിക്കുന്നുണ്ട്. ഈ സമയമാണ് നന്ദുവിനെ അനി വിളിക്കുന്നത്. എന്നിട്ട് നയനയുടെ കാര്യമൊക്കെ ചോദിക്കും. അന്നേരം ചേച്ചിക്ക് കുഴപ്പമൊന്നുമില്ല, ചേച്ചിക്ക് ഞാൻ ഭക്ഷണമൊക്കെ കൊടുത്തായിരുന്നു, അതിന് പോലും സമ്മതിക്കാത്ത ഒരുത്തനാണ് ഇവിടെ ഇരിക്കുന്നത്, അയാൾ എന്തിനാണ് ഇത്രമാത്രം ക്രൂരത കാണിക്കുന്നതെന്ന് അറിയത്തില്ല എന്നൊക്കെ പറയുമ്പം അനി പറയുന്നുണ്ട്, അവന് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യട്ടെ, ഏതായാലും നാളെ ഒരു ദിവസം കഴിഞ്ഞ് നമുക്ക് ചെയ്യാനുള്ളത് ചെയ്യാം, ഇതിനു മുമ്പുണ്ടായിരുന്ന ഒരുത്തനെ ഇവിടുന്ന് നമ്മൾ തെറിപ്പിച്ചതല്ലേ, അതുപോലെ ഇവനും കൊടുക്കാനുള്ളത് നമുക്ക് കൊടുക്കാം എന്നൊക്കെ പറയുന്നു. അങ്ങനെ അവരും കുറേ സങ്കടങ്ങളൊക്കെ പരസ്പരം ഷെയർ ചെയ്തതിന് ശേഷം ഫോം വയ്ക്കുവാണ്. പിന്നെ കാണിക്കുന്നത് പിറ്റേ ദിവസമാട്ടോ. മുത്തശ്ശനും മുത്തശ്ശിയും ആകെ വിഷമത്തിലിരിക്കുന്നു. മുത്തശ്ശൻ പറയുന്നുണ്ട്, ADGP വിളിച്ചായിരുന്നു, പക്ഷേ ഇതൊരു കള്ളക്കടത്ത് കേസായിട്ട് വന്നതുകൊണ്ട് അതിനകത്ത് ഇടപെടാൻ പറ്റില്ല എന്ന് പറഞ്ഞു, അതുകൊണ്ട് ജാമ്യം എങ്ങനെയെങ്കിലും നേടിയെടുത്തേ പറ്റുള്ളൂ എന്നൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് ദേവയാനി വരുന്നത്. എന്നിട്ട് ദേവയാനി സങ്കടത്തോടെ പറയുന്നുണ്ട്, ഇന്നലെ എൻ്റെ മോള് അവിടെ ആ സെല്ലിലാണ് കിടന്നുറങ്ങിയത്, ഇനി ജയിലിലേക്ക് പോകേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ഈ വീടിൻ്റെ താളം തെറ്റും എന്നിങ്ങനെ ദേവയാനി പറയുമ്പോൾ മുത്തശ്ശൻ ചോദിക്കും, ആരാ താളം തെറ്റിക്കാൻ പോകുന്നത്, നീ ആണോ എന്ന് ചോദിക്കുമ്പം, അതെ, മോൾക്ക് ഇന്ന് ജാമ്യം കിട്ടിയില്ല എങ്കിൽ ഞാൻ പിന്നെ ഇവിടെ നിൽക്കത്തില്ല, ഞാൻ ഈ വീട് വിട്ട് ഇറങ്ങും എന്ന് പറയുമ്പോൾ മുത്തശ്ശൻ വളരെ കൂളായിട്ട് പറയുന്നുണ്ട്, അതിന് നിന്നോട് ഇവിടെ നിൽക്കണമെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ, ഇതിനു മുമ്പും പറഞ്ഞിട്ടില്ല, പിന്നെ എന്തായെന്ന് ചോദിക്കുമ്പം ഇത്രയൊക്കെ സംഭവിച്ചിട്ടും അച്ഛൻ ഇതിൻ്റെ അകത്തൊന്നും ഇടപെടാതെ നിൽക്കുന്നത് ഭയങ്കര കഷ്ടമാണ് കേട്ടോ എന്ന് പറയുമ്പം മുത്തശ്ശൻ പറയുന്നുണ്ട്, ഇതിനേക്കാൾ വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കേസായിരുന്നു അനിയുടെ, ആ സമയത്ത് കോടതിയിൽ വാദിച്ചത് നവീനാണ്, നീ ഉൾപ്പെടെയുള്ളവരെ രക്ഷിച്ചെടുത്തുകൊണ്ട് വന്നതും അവനാണ്, ഇന്നും ഈ കേസും കൈകാര്യം ചെയ്യുന്നത് നവീൻ തന്നെയല്ലേ, പിന്നെ എന്താ കുഴപ്പമെന്ന് ചോദിക്കുമ്പം എല്ലാ പ്രാവശ്യവും
നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ തന്നെ നടക്കണമെന്നില്ലല്ലോ അച്ഛ എന്ന് പറയുമ്പം ഏതായാലും നടക്കേണ്ട രീതിയിൽ കാര്യങ്ങൾ നടക്കട്ടെ. ഇനിയിപ്പം നയനയ്ക്ക് ജയിൽവാസം പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അത് അതുപോലെ തന്നെ നടക്കും എന്ന് പറയുക. അന്നേരം ദേവേനി പറയുന്നുണ്ട്, അച്ഛൻ്റെ അത്രയും ലാഘവത്തോടെ എനിക്കിത് കാണാൻ പറ്റത്തില്ല. ഈ രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എങ്കിൽ ആദർശിൻ്റെ സമനില തെറ്റിപ്പോവും. ഇപ്പം തന്നെ അവൻ പിടിവിട്ട് നടക്കുവാണ്. ഇതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും അവൻ കണ്ടുപിടിക്കും. അതിൻ്റെ അവസാനം അവൻ ജയിലിലേക്ക് പോകുമോ എന്നതാണ് എനിക്ക് ഇപ്പോൾ ഉള്ള പേടി എന്നൊക്കെ പറഞ്ഞിട്ട് ആകെ വിഷമിച്ച് ദേവയാനി അങ്ങ് പോവും. ദേവയാനി അങ്ങ് പോയി കഴിയുമ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, ഇന്ന് നയനമോൾക്ക് ജാമ്യം കിട്ടും. അങ്ങനെ കിട്ടിയില്ല എങ്കിൽ ഈ സസ്പെൻസ് ഞാനങ്ങ് പൊളിക്കും. പിന്നെ മൂർത്തിയുടെ മറ്റൊരു മുഖമായിരിക്കും എല്ലാവരും കാണാൻ പോകുന്നത്. ഇപ്പോൾ ഈ ദ്രോഹം എല്ലാം ചെയ്യുന്നവർ മൂർത്തി ജ്വല്ലറിയെ അല്ല ടാർഗറ്റ് ചെയ്തേക്കുന്നത്, നമ്മുടെ കുടുംബത്തെയാണ്. നമ്മുടെ കുടുംബത്തെ നശിപ്പിക്കണം. ഇന്നലെ തന്നെ മോളെ അറസ്റ്റ് ചെയ്തപ്പോൾ ഇവിടെയുള്ള എല്ലാവരും വിഷമിച്ചു. അതൊക്കെ തന്നെയാണ് അവർ മനസ്സിൽ കരുതിയിരിക്കുന്നതും. അതുകൊണ്ട് ഇതിന് പിന്നെ പ്രവർത്തിച്ചവരെ എല്ലാം തീർത്തിട്ട് ഞാനായിരിക്കും ജയിലിലേക്ക് പോകുന്നത് എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശൻ ഇങ്ങനെ നിൽക്കുമ്പം ആകെ വിഷമിച്ച് സങ്കടത്തോടെ കരയുവാട്ടോ മുത്തശ്ശി. പിന്നീട് കനകയും ഗോവിന്ദനെയും കാണിക്കുന്നുണ്ട്. ഗോവിന്ദന് ഭയങ്കര ടെൻഷനാണ്. പക്ഷേ കനക പറയുന്നത് നവീനാണ് കേസ് വാദിക്കുന്നത്, അതുകൊണ്ട് നയനയ്ക്ക് ജാമ്യം കിട്ടും, നയന തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ, അതുകൊണ്ട് പേടിക്കണ്ട എന്നൊക്കെ പറയുന്നു. അതുപോലെ ഇതിൻ്റെ പിന്നിൽ അഭി കളിക്കുന്നുണ്ടോ എന്ന് സംശയമുണ്ടെന്ന് നയന പറയുക. കാരണം അഭിക്ക് കള്ളക്കടത്തുമായിട്ട് ബന്ധമുണ്ടല്ലോ, അതുകൊണ്ട് അവൻ കാരണമാണോ മോൾക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതെന്ന് അറിയത്തില്ല എന്നൊക്കെ പറയുമ്പം ഗോവിന്ദനും പറയുന്നുണ്ട്, ചിലപ്പം ശരിയായിരിക്കും. കാരണം അവനെ കള്ളക്കടത്ത് കേസിൽ അറസ്റ്റ് ചെയ്തതല്ലേ, അതിൻ്റെ പ്രതികാരം വീട്ടിൽ നിന്നായിരിക്കും എന്നൊക്കെ കനകയും പറയുന്നുണ്ട്. കനകയും ഗോവിന്ദനോട് പറയുന്നുണ്ട്. എന്നിട്ട് കനക പറയുവാണ്, മൂർത്തി ജ്വല്ലറിയിൽ തിരിമറി നടത്തിയ ഒരുത്തനെ മറ്റൊരു ജ്വല്ലറിയുടെ മാനേജരാക്കണമെങ്കിൽ അവൻ അവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ സഹായം ചെയ്തു കൊടുക്കുന്നുണ്ടാവും. അതിൻ്റെ പ്രതിഫലമായിട്ടായിരിക്കും ജോലി കിട്ടിയത്. പക്ഷേ ഇപ്പോഴും നേരം വെളുക്കാത്ത നവ്യ അവൾ കാരണമാണ് ജോലി കിട്ടിയത് എന്ന് പറഞ്ഞ് നടക്കുമല്ലേ. ഇനി അവനെ സൂക്ഷിക്കണം. അവൻ എൻ്റെ മകളുടെ ഭർത്താവായിട്ട് വേണമെന്ന് ഞാൻ ഒട്ടും ആഗ്രഹിക്കുന്നില്ല. ഇതൊക്കെ ഒന്ന് തെളിഞ്ഞാൽ മതിയായിരുന്നു എന്നൊക്കെ കനകയും പറയുന്നുണ്ട്. പിന്നീട് കോടതിയിലേക്ക് കൊണ്ടുപോകുന്ന നയനയാണ് കാണിക്കുന്നത്. CI കൊണ്ട് കൂടെ നന്ദു കൊണ്ട് പോലീസുകാരൊക്കെ പുറത്തേക്ക് കൊണ്ടുവരുവാണ് നയനെ. ആ സമയത്ത് കറക്റ്റ് അങ്ങോട്ട് ആദർശ് ചെല്ലും. ആദർശനാകെ വിഷമം. ഓടി വന്ന് നയനയുടെ കയ്യിൽ ഇങ്ങനെ പിടിച്ചിങ്ങനെ വിഷമത്തോടെ നോക്കി നിൽക്കുമ്പോൾ നീ എന്തിനാ ഇങ്ങോട്ട് വന്നത് എന്ന് ചോദിക്കും CI. ആദർശ് അന്നേരം അല്ല ഇങ്ങോട്ട് വരാൻ മേലെന്നൊന്നും ഇല്ലല്ലോ എന്നിങ്ങനെ പറയും. എന്നിട്ട് നയനോട് നീ ഇന്നലെ ഉറങ്ങിയായിരുന്നു എന്ന് ചോദിക്കുക. അന്നേരം CI പറയുന്നുണ്ട്, അവൾ നന്നായിട്ട് ഉറങ്ങി, ഉറങ്ങാതിരുന്നത് അനീത്തിയ എന്ന് പറയുമ്പം ചേച്ചി സെല്ലി കിടക്കുമ്പോൾ എനിക്ക് ഉറങ്ങാൻ പറ്റില്ല സാറേ എന്ന് നന്ദുവും പറയുന്നുണ്ട്. എന്നിട്ടും ആദർശ് നിൻ്റെ വയറ്റിലൊരു കുഞ്ഞുണ്ട് എന്ന് നിനക്ക് അറിയത്തില്ലേ, അപ്പോൾ ഉറക്കമൊക്കെ ശരിയാകണ്ടേ എന്ന് ചോദിക്കുമ്പം ചോദിക്കുന്നുണ്ട്, വയറ്റിലൊരു കുഞ്ഞുണ്ടെന്ന് നേരത്തെ അറിയാവുന്ന കാര്യമല്ലേ, അങ്ങനെയാണെങ്കിൽ എന്തിന് ഇതുപോലുള്ള പണിക്ക് പോയത്, മര്യാദയ്ക്ക് വീട്ടിൽ ഇരുന്നാൽ പോരായിരുന്നോ എന്നൊക്കെ ചോദിക്കുമ്പം ആദർശ് സാറാ ഒരുപാട് അങ്ങ് പറയണ്ട എന്ന് പറയും. അന്നേരം നീയും ഒരുപാട് സംസാരിക്കണ്ട, നിന്നോട് ആരെങ്കിലും ഇങ്ങോട്ട് വരാൻ പറഞ്ഞായിരുന്നോ, ഇല്ലല്ലോ, അതുകൊണ്ട് കൂടുതൽ സംസാരിക്കാതിരിക്കുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ നീയും ഇതിൻ്റെ അകത്തൊക്കെ പെടും എന്നിങ്ങനെ പറയുക. അന്നേരം നന്ദു ചോദിക്കും, സാറേ നമ്മളിപ്പോൾ കോടതിയിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയതല്ലേ, പിന്നെ എന്തിനാ ഇവിടെ ഇങ്ങനെ ഒരു സീൻ ക്രിയേറ്റ് ചെയ്യുന്നത് എന്ന് ചോദിക്കുക. അന്നേരം CA പറയുന്നുണ്ട്, സീൻ ക്രിയേറ്റ് ചെയ്തത് ഞാനല്ല, ദേ ഇവനല്ലേ, ഇവൻ എന്തിനാ ഇങ്ങോട്ട് വന്നത്, അതിൻ്റെ ആവശ്യമില്ലായിരുന്നല്ലോ, ഇതിൻ്റെ എല്ലാം കണ്ണിയാണ് ഇവനെ എന്ന് എനിക്കറിയാം. ഇതിനു മുമ്പ് നിങ്ങളുടെ ജ്വല്ലറിയിൽ കള്ളക്കടത്ത് സ്വർണം എത്തിയതാണ്, അതിൻ്റെ പേരിൽ അന്ന് അറസ്റ്റ് ചെയ്തത് നിൻ്റെ അനിയനെയാണ്, പക്ഷേ അതിൻ്റെ പിറകിൽ നീയാണ് എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഇന്ന് ഇവളെ കോടതിയിൽ ഹാജരാക്കിയതിന് ശേഷം കസ്റ്റഡിയിൽ മേടിക്കും. അങ്ങനെയാണെങ്കിൽ ഇവളെ കൊണ്ടും നിന്നെ കൊണ്ടും ഒക്കെ ഇതിൻ്റെ അങ്ങേയറ്റം ഞാൻ കാണിപ്പിക്കും. തുനിഞ്ഞ് തന്നെയാണ് ഞാൻ ഇറങ്ങിയേക്കുന്നത്, അതുകൊണ്ട് കൂടുതൽ സംസാരിക്കാതെ നീ അങ്ങ് മാറി നിൽക്കുക എന്ന് പറഞ്ഞിട്ട് നയനയും കൊണ്ട് പോവുകയാണ്. ഇടയ്ക്ക് ആദർശിനെ വളരെ വിഷമത്തോടെ തിരിഞ്ഞു നോക്കുന്ന നയനെ കാണിക്കുന്നുണ്ട്. അന്നേരം CA ചോദിക്കും, എന്നെ കണ്ടുകൊണ്ടിരിക്കുക, മര്യാദയ്ക്ക് വണ്ടി കയറാൻ പറയും. അങ്ങനെ പിടിച്ച് വണ്ടി കയറ്റി അങ്ങ് കൊണ്ടുപോകുന്നു. അന്നേരം വിഷമത്തോടെ നോക്കി നിൽക്കുന്ന ആദർശിനെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ കഥ തീരുന്നു.